ഇസ്രായേലിനെതിരെ ഇറാന്റെ കൂടെ നിൽക്കാഞ്ഞതിന് ഇറാൻ ഇന്ത്യയെ ചതിച്ചു. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തകളിൽ ഒന്നാണത്. ലോകശ്രദ്ധ നേടിയ ഒരു വാർത്തയാണ്. കാരണം ഇസ്രായേലും ഇറാനും ഇന്ത്യയുടെ മുഖ്യ സുഹൃത്ത് രാജ്യങ്ങളാണ്. ചമ്പഹാർ തുറമുഖം, അതായത് ഇറാനിലെ ചമ്പഹാർ തുറമുഖം വരെ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം 10 വർഷത്തേക്കാണ് ഇന്ത്യക്ക് പാട്ടത്തിന് നൽകിയിരിക്കുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിൽ പിന്നെയാണ് അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്ന് എഗ്രിമെന്റ് വരെയും സൈൻ ചെയ്തു. നാവിക ആസ്ഥാനമായി തന്നെ, അത് ചൈനക്കെതിരായുള്ള ഒരു നാവിക ആസ്ഥാനമായി തന്നെയാണ് ഇന്ത്യ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു ഓഫർ പ്രമാണിച്ച് ഒരു ഘട്ടത്തിൽ, അതായത് കുറച്ചു നാള് മുമ്പ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന് നല്ലൊരു രീതിയിലുള്ള ഒരു പണി കിട്ടിയായിരുന്നു. അതായത് ഈ ഹമാസിന്റെ നേതാവിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളായി കഴിഞ്ഞപ്പോൾ ഇറാൻ ഒരു പ്രഖ്യാപനം അങ്ങനെ നടത്തി. ഇസ്രായേലിന് ഞങ്ങൾ പണി തന്നിരിക്കും എന്നായിരുന്നു ആ പ്രഖ്യാപനം. പക്ഷെ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല, പല രാജ്യങ്ങളും ഈ പണി പ്രതീക്ഷിച്ച്, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാവരും ഇറാനോട് ഈ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കണം, ആക്രമണത്തിൽ നിന്ന് വിട്ടുനിൽക്കണം, ഇസ്രായേലിനായിട്ട് ചർച്ച ചെയ്ത് എന്ത് കാര്യമുണ്ടെങ്കിലും പരിഹരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടും ഇറാൻ ഇല്ല, ഞങ്ങൾ പണി കൊടുക്കും എന്നാണ് എല്ലാ രാജ്യങ്ങളുടെ, നമ്മുടെ ഭാരതം പോലും ഇറാനോട് പറഞ്ഞു എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. ലോകം ഇന്നൊരു യുദ്ധം നേരിടുവാനുള്ള ഒരു സാഹചര്യത്തിൽ, സാമ്പത്തികമായിട്ട് സാഹചര്യത്തിൽ അല്ല. ഇവിടെ ലോകത്തിൽ പട്ടിണി, അതായത് ഇറാൻ ഇസ്രായേൽ ഒരു വലിയ യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമെന്നിരിക്കെ പല രാജ്യങ്ങളും ഇറാനോട് ആവശ്യപ്പെട്ടു യുദ്ധം നടത്തരുന്നു. ഇല്ല, ഇറാൻ കടുപ്പിച്ചു തന്നെ പറഞ്ഞു, ആരും ഇതിനകത്ത് ഇടപെടണ്ട, ഞങ്ങളുടെ രാജ്യത്ത് കയറി ആരുമായിക്കോട്ടെ ഒരു വ്യക്തിയെ വധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ഇസ്രായേലിനെ നശിപ്പിക്കും എന്നുള്ള രീതിയിലായിരുന്നു പ്രസ്താവനകളും എല്ലാം. ഓരോ ദിവസവും ആഴ്ചകളും കൂടി വരുന്നോളും അത് വാർത്തകളിലൊക്കെ ഇന്ന് ആക്രമിക്കും, നാളെ ആക്രമിക്കും. പക്ഷെ യഥാർത്ഥത്തില് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള യാതൊരുവിധ സെറ്റപ്പും ഇറാനില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇറാന് ആയുധം കൊടുക്കാൻ സാധ്യതയുള്ള ഏക രാജ്യം റഷ്യയാണ്. പക്ഷെ റഷ്യ ഇന്നേ വരെ S-400 S-300 ഒന്നും ഇറാന് കൊടുത്തിട്ടില്ല, തുർക്കിക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇറാന്റെ ഓരോ നടപടികളും ഓരോ കാലഘട്ടത്തിലും, നമുക്കറിയാം ഇറാൻ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് അമേരിക്കയായിട്ട് നല്ല ബന്ധമായിരുന്നു. അന്ന് അമേരിക്ക കൊടുത്ത പല ആയുധങ്ങളും പല വിമാനങ്ങളും എല്ലാമാണ് ഇന്നും ഇറാൻ ഉപയോഗിച്ചു വരുന്നത്. അതിന്റെ സ്പെയർ പാർട്സ് കിട്ടാത്തത് കാരണം, അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ കാരണം അത് പല സ്ഥലത്തും തകർന്നു വീഴുകയും അവരുടെ പ്രസിഡന്റ് തന്നെ ഒരു വിമാനത്തിൽ തകർന്ന് മരിക്കുകയും ചെയ്തായിരുന്നു. ഈ ഇറാന്റെ ഈ നിലപാടില്ലായ്മയാണ് റഷ്യ പോലും പരിമിതമായ തോതിൽ ആയുധം കൊടുക്കുന്നത്. ഈ ആയുധങ്ങളെല്ലാം വെച്ച് തന്നെ ഹൂത്തികളാണ്, അതായത് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്ലാമിൻ്റെതായ എല്ലാ രീതിയിലും, അതായത് പർദ്ദയിടാത്ത പെൺകുട്ടികളെ പരസ്യമായിട്ട് ചാട്ടവാറിനടിക്കുക, ഒരു പെൺകുട്ടി ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട്, ഇറാന്റെ തന്നെ ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ആണിന്റെ വേഷത്തിൽ വന്നിട്ട് ഗ്രൗണ്ടിൽ വന്ന് കളി കണ്ടു എന്ന് പറഞ്ഞ് അവിടെ നിഷ്കരുണം വധിച്ച്, അതായത് പ്രാകൃതമായ രീതിയിലാണ് ഇവരുടെ ശിക്ഷാ നടപടികളും മറ്റും. അതിന്റെയൊക്കെ ഭാഗമായിട്ട്, അതായത് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നശിച്ചു പോകുന്ന ഒരു ഇറാനെയാണ് ശരിക്കും ലോകരാജ്യങ്ങൾ കണ്ടത്. ഇന്ന് ഒരു ഇന്ത്യൻ രൂപ അവിടെ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ 100 ഇറാനിയൻ പൈസയെങ്കിലും വേണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ, അത്ര സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ്. എണ്ണ എന്നൊരു സാധനം ഇല്ലെങ്കിൽ, അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ കൊടും പട്ടിണിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ആ ഇറാന് ഇന്ന് വരെ മെഡിസിൻ വിഭാഗങ്ങൾ, അതായത് ഹോസ്പിറ്റല് പരമായ സർജറിക്കുള്ള മരുന്നുകൾ അങ്ങനെയുള്ളതെല്ലാം തന്നെ അമേരിക്ക ഉപരോധം മൂലം പല രാഷ്ട്രങ്ങളും നിഷേധിച്ചപ്പോൾ ഭാരതമാണ് ഇറാന് ഇതെല്ലാം നൽകി പോന്നിരുന്നത് എന്ന യാഥാർത്ഥ്യം ഇവിടെ ലോക രാജ്യങ്ങൾക്ക് എല്ലാം അറിയാം. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഭാരതം. കോവിഡാനന്തരം യൂറോപ്പിലേക്കും അമേരിക്കയിലും വരെ മരുന്ന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അപ്പൊ എന്നാലാണ് ഭാരതത്തിലെ എത്രമാത്രം മുകളിലാണ് മരുന്നുൽപാദനം എന്ന് നമുക്കറിയാം. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇറാനിൽ
പല രീതിയിലുള്ള സഹായവും ചെയ്തൊരു രാജ്യമാണ്. ആ രാജ്യത്തെ ഭരണാധിപൻ, അതായത് പ്രസിഡന്റിനും വലിയ ആളാണ് ആയത്തുള്ള ഖമേനി. ഈ ആയത്തുള്ള ഖമേനി പറഞ്ഞിരിക്കുകയാണ്, ഗാസയിലും മ്യാൻമാറിലും, അതായത് നമ്മൾ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ മുസ്ലിം അല്ല എന്ന് വേണം പറയാൻ. കാരണം ഗാസയിലും മ്യാൻമാറിലും ഇന്ത്യയിലും എല്ലാം നടക്കുന്ന ഒരേ സംഭവ വികാസങ്ങളാണ്. ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നാണ്. ഭാരതത്തെ സംബന്ധിച്ച് ഭാരത ഭരണ നേതൃത്വം ശരിക്കും ഞെട്ടലോടെയാണ് ഈ വാർത്തകൾ കേട്ടത്. കാരണം ഇറാൻ എന്ന സൗഹൃദ രാജ്യം ഇതേമാതിരി ഭാരതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജാതി മത ഭേദമന്യാണ്, ഇവിടെ നാനാത്വത്തിൽ ഏകത്വം എന്ന രീതിയിലാണ് ഭാരതീയർ ജീവിക്കുന്നത്. ശരിക്കും കേരളത്തിലൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, ഇവിടെ ഇപ്പൊ നബിദിന ആയാലും ക്രിസ്മസ് ആയാലും ഓണമായാലും വിഷു ആയാലും എല്ലാ മതസ്ഥരും ഒരു എന്താ ഉത്സവം പോലെ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. പക്ഷെ ഇറാനിൽ അങ്ങനെയല്ല. ഇന്ന് പരിമിതമായ തോതില് സ്വാതന്ത്ര്യം തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവിടെ ഉള്ളൂ. ഒരു ആൺകുട്ടികൾക്ക് പോലും ശരിക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ ഇവിടെയൊക്കെ മദ്രസയിലൊക്കെ കാണുന്ന അതേ പ്രവൃത്തി തന്നെ ഇപ്പൊ ഇല്ല, മുമ്പുണ്ടായിരുന്ന അതേ പ്രവൃത്തി തന്നെ അവിടെ തുടങ്ങിയിട്ടുള്ളൂ എന്ന് ആണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആ ഇറാൻ ചമ്പഹാർ തുറമുഖം ഭാരതത്തിന് 10 വർഷത്തേക്ക് പാട്ടത്തിന് നൽകി ഭാരതത്തിന്റെ സൗഹൃദം മുതലെടുത്ത് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഭാരതത്തിന്റെ സഹായം തേടി. ഇതേ രീതിയിൽ തന്നെ ചൈനയായിട്ട് യുദ്ധം ഉണ്ടായിരുന്നപ്പോഴും പാകിസ്ഥാനായിട്ട് കാർഗിൽ വാർ നടക്കുമ്പോഴെല്ലാം പല രാജ്യങ്ങളുടെയും സഹായം തേടിയ ഒരു രാജ്യമാണ് ഭാരതം. അന്ന് ഭാരതത്തെ സഹായിക്കാൻ ഇസ്രായേൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഇസ്രായേൽ എന്ന ഒറ്റ രാജ്യം, അമേരിക്ക അവരുടെ സാറ്റലൈറ്റുകൾ തന്നെ മറച്ചു വെക്കുകയുണ്ടായി. അതുകൂടാതെ ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞു ഭാരതത്തിന് ഒരു സഹായവും ചെയ്തു കൊടുക്കരുതെന്ന് പറഞ്ഞു. അതായത് പാകിസ്ഥാൻ പട്ടാളം അടിച്ചു കയറി വരുന്ന സമയത്താണ് ഇന്ത്യ എന്ത് ചെയ്യും എന്ന് നോക്കിയിരുന്ന ഒരു സമയത്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതോടുകൂടി അമേരിക്കയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യക്ക് ആയുധമായി ഇസ്രായേലിന്റെ എഞ്ചിനീയർമാര് ഭാരതത്തിൽ വന്നിറങ്ങിയ ഒരു സംഭവമാണ് ഇന്നും ഭാരതത്തിന് മറക്കാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ എന്ന ഒരു രാജ്യത്തെ ജനങ്ങൾ, ജൂതന്മാർ ലോകം മുഴുക്കൻ ആട്ടിയോടിക്കപ്പെട്ടപ്പോഴും കൊല ചെയ്യപ്പെട്ടപ്പോഴും പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അതിനെല്ലാം വിഭിന്നമായി ഭാരതത്തിൽ കൊച്ചിയടക്കം മുംബൈ, കൊച്ചി, ബാംഗ്ലൂർ, ഗോവ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരേ രീതിയിൽ തന്നെ അവരെ സംരക്ഷിച്ചു പോരുന്ന ഒരു നിലപാട് ഭാരതത്തിൽ നിന്ന് മാത്രമാണ് ഇസ്രായേലിൽ കാണാൻ സാധിച്ചത്. ആ ഒരു നന്ദി എന്നും അവരുടെ പാഠപുസ്തകത്തിൽ വരെ, അവരുടെ കൊച്ചുകുട്ടികൾ വരെ പഠിക്കുന്ന ഭാരതത്തെ കുറിച്ച് നന്ദിയുള്ള വിഭാഗം എന്നാണ്. ആ ഭാരതത്തോടാണ് ഇന്ന് ഇറാൻ ഈ ചെയ്തിരിക്കുന്നത്. കാരണം ഗാസയിലെ മുസ്ലിങ്ങളും മ്യാൻമാറിലെ മുസ്ലിങ്ങളും ഒരുപോലെയാണ് അനുഭവിക്കുന്നത് പോലെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളും അനുഭവിക്കുന്നത് എന്നാണ് ആയത്തുള്ള ഖമേനി പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് 2 ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേലിനെ ആക്രമിക്കാൻ തുനിഞ്ഞ ഇറാന് ഇന്ത്യ സപ്പോർട്ട് കൊടുക്കുകയുണ്ടായില്ല. കാരണം ഇസ്രായേലും ഇറാനും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് എന്നതാണ്. കാരണം ഒരു യുദ്ധത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിലോ യാതൊരു രീതിയിലും ഇടപെടാത്ത ഒരു രാജ്യമാണ് ഭാരതം. ഭാരതത്തിന്റെ സ്വന്തം കാര്യം മാത്രമാണ് ഭാരതം നോക്കാറുള്ളത്. ഭാരതത്തെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ ഭാരതത്തിന് തിരിച്ചാക്രമിക്കാനും എല്ലാമുള്ള സർവ്വ സന്നാഹം ഉണ്ട്. ഇത് ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും ഭാരതം ആരുടെ കാര്യങ്ങളിലും ഇടപെടാറില്ല. അപ്പൊ ആ ഒരു മറുപടിയാണ് ഇറാന് ഭാരതം കൊടുത്തത്. പക്ഷെ അതൊരു വലിയ ഷോക്കായി തന്നെ ഇറാന് മാറി. കാരണം ഇറാന്റെ ചമ്പഹാർ തുറമുഖം അമേരിക്കയുടെ എതിർപ്പ് വകവെച്ച് ഇന്ത്യക്ക് പാട്ടത്തിന് കൊടുത്തപ്പോൾ അതിന്റെ പ്രത്യുപകാരമായി കാണാൻ പറ്റില്ല. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇന്ത്യ ഒരിക്കലും കൂട്ടുനിൽക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറരുതെന്ന് ഇറാന്റെ ഒരു രഹസ്യ സന്ദേശം കിട്ടി എന്നാണ് അനൗദ്യോഗികമായിട്ട് അറിയാൻ സാധിക്കുന്നത്. അതിനും ഭാരതത്തിന്റെ മറുപടി, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഈ ഗാസ യുദ്ധം പ്രമാണിച്ചല്ല ഭാരതം പല വെടിക്കോപ്പുകളും മറ്റും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇസ്രായേലിന് കാലങ്ങളായി തന്നെ ഭാരതം പല രീതിയിലുള്ള ആയുധപരമായ സഖ്യങ്ങളിൽ ഒപ്പുവെക്കുകയുണ്ടായിട്ടുണ്ട്. ഇസ്രായേലിന്റെ പല ആയുധങ്ങളും ഭാരതത്തിലാണ് നിർമ്മിക്കുന്നത്. പുതിയ പുതിയ ഫാക്ടറികളും എല്ലാം ആയുധ നിർമ്മാണത്തിന് വേണ്ടി ഇസ്രായേൽ ഭാരതത്തിൽ തുടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.
ഭാരതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നതിന് വേണ്ടി ഇതെല്ലാം ഭാരതത്തിന് അനിവാര്യമാണ് എന്നുള്ള ഒരു മറുപടിയാണെന്നാണ് വിദേശ മന്ത്രാലയം തിരിച്ചു കൊടുത്തത്. ഇതൊന്നും ഇറാന് ഇതൊന്നും സഹിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഇറാൻ നമ്മളൊരു കാര്യം ആലോചിക്കണം. ഹൂത്തി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയും ഗാസയിൽ ഹമാസ് എന്ന തീവ്രവാദ സംഘടന സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും വെടിക്കോപ്പുകൾ മുഖേന എല്ലാ സഹായങ്ങളും കൊടുക്കുന്ന ഒരു രാജ്യമാണ് എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ്. അങ്ങനെ ഒരു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് ഒരിക്കലും ഭാരതത്തിന് കൂട്ടുകൂടി പോകാൻ സാധ്യതയില്ല. പക്ഷേ ചബഹാർ തുറമുഖം പോലുള്ള തുറമുഖങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് അത് ഇന്ത്യയുടെ താല്പര്യം മുൻനിർത്തിയാണ്. അതല്ലാതെ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് സഹായിക്കാൻ ഇന്ത്യയിൽ നിന്ന് യാതൊരുവിധ സഹായവും കിട്ടുകയില്ല. അത് തന്നെയല്ല, ഇസ്രായേലിനെ ആക്രമിക്കുവാനായിട്ട് ഒരിക്കലും ഭാരതം കൂട്ടുനിൽക്കുകയില്ല എന്ന ഒരു രീതിയിലേക്ക് കടന്നതോടുകൂടി ഇറാന്റെ സാഹചര്യം മാറുകയും ഇറാന്റെ സ്വരം മാറുകയും ചൈനയായിട്ട് കൂടുതൽ അടുക്കാൻ നിൽക്കുകയും, പക്ഷേ ഈ ഇറാന് ഒരിക്കലും ഇന്ത്യ പോലുള്ള ഒരു സുഹൃത്ത് രാജ്യം ഒരിക്കലും ചൈന ആവില്ല. കാരണം ചൈന കൂട്ടുകൂടിയ എല്ലാ രാജ്യങ്ങളും ചൈനയുടെ ചുറ്റുവട്ടത്തുള്ള ചൈനയുടെ 14ഓളം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായിട്ട് തന്നെ ചൈനക്ക് ഇന്ന് ശത്രുതയുണ്ട് എന്നതാണ് വാസ്തവം. കൂടാതെ ഇറാൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയ വിശ്വാസമായ ഒരു പങ്കാളിയല്ല ചൈന എന്ന് തിരിച്ചറിവ് ഇറാനുണ്ട്. എങ്കിലും ഭാരതത്തോടുള്ള ഒരു വെറുപ്പിന്റെ രൂപത്തിൽ, അതായത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന കൊണ്ട് ചൈനയോടും കൂടുതൽ അടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് കണ്ടുവരുന്നത്. ഇത് ഭാരതത്തിന് ഇതൊരു പ്രശ്നമല്ല എങ്കിലും ഭാരതത്തിന് ശരിക്കും ഇറാനെ പോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന എണ്ണ, അതുപോലെ തന്നെ പ്രകൃതി ഉൽപ്പന്നങ്ങൾ, വെടിക്കോപ്പുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ, ഇതെല്ലാം തുടർന്നും ഭാരതം നൽകും എന്ന് പറയുകയുണ്ടായി. ഇതിന് അനുബന്ധിച്ച് ഒരു ഇന്ത്യൻ കപ്പൽ ആയുധങ്ങളുമായിട്ട് കയറ്റിപ്പോയ ഒരു കപ്പൽ യൂറോപ്പിൽ ഒരു രാജ്യം സ്പെയിനാണ് അവരുടെ രാജ്യത്ത് അടുപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത് ഭാരതത്തോട്. അതായത് ഇത് ഞങ്ങളുടെ പോളിസിക്ക് വിരുദ്ധമാണ്. അതായത് അവിടുത്തെ CPM നേതാക്കളല്ല, കുറച്ചുള്ളൂവെങ്കിലും അവർ സമരത്തിനിറങ്ങുകയും മറ്റും ചെയ്തു. ഭാരതത്തിന്റെ കപ്പലുകൾ ഇവിടെ സ്പെയിൻ തീരത്ത് അടുപ്പിക്കരുതെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെ അപേക്ഷ മാനിച്ചാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഉടനടി മറുപടി കൊടുത്തു, വേണ്ട, അടുത്ത രാജ്യത്ത് അടുപ്പിച്ച് അവിടെ നിന്ന് ഇന്ധനവും മറ്റും നിറച്ച് ഇസ്രായേലിൽ ആ ആയുധങ്ങൾ കൊണ്ടുപോയി ഇറക്കുകയും ചെയ്തു. അത് കഴിഞ്ഞു 40-40ഓളം മദർഷിപ്പുകൾ തന്നെ ഭാരതത്തിൽ നിന്ന് ആയുധങ്ങളായിട്ട് പോയി എന്നാണ് ഔദ്യോഗികമല്ലാത്ത റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ഭാരതത്ത് ഒരിക്കലും, അതായത് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഇറാന്റെ അഭ്യർത്ഥന പ്രകാരം ഭാരതം അമേരിക്കയുമായി ചർച്ച നടത്തുകയും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത ഒരു രാജ്യമാണ് ഭാരതം. അപ്പൊ ആ ആക്രമണം നിർത്തിവെച്ചു. അതായത് 99 കാലഘട്ടത്തിലായിരുന്നു. അപ്പൊ ഇതൊന്നും വകവെക്കാതെയാണ് ആയത്തുള്ള ഖമേനിയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഭാരതത്തിൽ മുസ്ലിങ്ങൾ ഗാസയിലെ പോലെയും മ്യാൻമാറിൽ അറിയാലോ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് പറയും. അവര് അവിടെ അഭയാർത്ഥികളായിട്ട് ചെന്നിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും മിലിറ്ററി ക്യാമ്പും ഒക്കെ പിടിച്ചെടുത്ത് അവിടെ ഒരു രാജ്യം വേണമെന്ന് പ്രക്ഷോഭത്തിലൂടെ ആവശ്യപ്പെട്ടുകയും അവസാനം അവരെ തല്ലിയൊതുക്കുകയും ചെയ്തു. മ്യാൻമാർ ഭരണകൂടം പട്ടാളത്തെ ഇറക്കി അവരെ തല്ലിയൊതുക്കുകയും ചെയ്തു. അത് പ്രമാണിച്ചാണ് ആ മ്യാൻമാറിലെ സംഭവം. ഇനി ഗാസയിൽ എന്താണ്? ഒരാവശ്യമില്ലാതിരുന്ന ഇസ്രായേലിലേക്ക് ഗാസ തീവ്രവാദികൾ കടന്നു കയറി ഇസ്രായേലുകാരെ തട്ടിക്കൊണ്ടുവരികയും അവിടെ അവർക്കെതിരായിട്ട് 5000ഓളം റോക്കറ്റുകളാണ് ഒരു നിമിഷം കൊണ്ട് തന്നെ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത്. അപ്പൊ അവര് വെറുതെ ഇരിക്കില്ല, അവര് തിരിച്ചടിച്ചപ്പോ താങ്ങാൻ പറ്റില്ല. അത് ഭാരതത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ കയ്യിലിരിപ്പാണ്. അപ്പൊ ഇതെല്ലാം ഇറാന് കൊള്ളുന്നുണ്ട്. അപ്പൊ ഇസ്രായേലിനെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കാത്ത ഭാരതത്തെ ഇറാൻ ചതിച്ചു എന്ന് വേണം പറയാൻ. ഇനി ആയത്തുള്ള ഖമേനി അറിയാൻ വേണ്ടി, ആയത്തുള്ള ഖമേനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം ഭാരതത്തിനും ഒരു 40-40 വർഷം പുറകിലാണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത്. കാരണം ഇറാനില് ഈ ജാതി മതഭേദം ഇതൊന്നൊക്കെ മാറ്റിയിരുത്തി സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു തലമുറയാണ് ഇവിടെ. ഇപ്പൊ പുതിയ തലമുറ ജാതിയോടും മതത്തോടും ഒന്നും യാതൊരുവിധ പ്രതിബദ്ധതയില്ല, ജീവിതം മനുഷ്യൻ എന്ന രീതിയിലെല്ലാം ജീവിക്കുന്ന ഒരു തലമുറയാണ് ഭാരതത്തിൽ. അത് ഇറാനിൽ വരാൻ ഇനിയും ഒരു 50 വർഷമെങ്കിലും എടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ആ രീതിയിൽ ഒരു പ്രസ്താവന ആയത്തുള്ള ഖമേനി ഇന്ത്യക്കെതിരെ നടത്തിയപ്പോൾ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം. ആദ്യം നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുവാനാണ് ആദ്യം പറഞ്ഞത്. പിന്നെ
അതിശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നതും ഇതും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ശരിക്കും ജനാധിപത്യപരമായി മതസൗഹാർദ്ദമായി പോകുന്ന ഭാരതത്തെ ഛിന്ന ഭിന്നമാക്കുവാനായിട്ടുള്ള ശ്രമിക്കുന്ന പല ശക്തികളുടെയും ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വേണം ഇറാനെ കാണുവാൻ. ഇറാൻ പോലുള്ള ഒരു രാജ്യം ഇന്ത്യയുടെ എതിരെ ഓപ്പോസിറ്റ് വന്നാൽ ഇന്ത്യക്ക് ഒന്നുമില്ല. ഇസ്രായേൽ എന്ന രാജ്യം ഇന്ത്യക്ക് ആപത്ഘട്ടങ്ങളിലും സഹായിച്ച ഒരു രാജ്യമാണെന്നും ചൈന പോലുള്ള ഒരു രാജ്യത്തോട് ഇന്ത്യയെ ആക്രമിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്യണം എന്ന് പോലും പറഞ്ഞ ഏക രാജ്യമാണ് ഇസ്രായേൽ എന്ന് എല്ലാ ഇന്ത്യക്കാരും മനസ്സിലാക്കണം. അപ്പൊ സൗഹൃദമാണ്, ജാതി മുസ്ലിം രാജ്യമാണെന്നോ ഒന്നുമില്ല. ഇറാനിലും സൗഹൃദ രാജ്യമാണ്. UAE, ദുബായ് എല്ലാം വളരെ സൗഹൃദപരമായിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ്, ദുബായ് ഗവൺമെന്റും സൗദി അറേബ്യ ഗവൺമെന്റും എല്ലാം പോകുന്നു. അതേമാതിരി ഇവിടുത്തെ ജനങ്ങളും അതിനകത്ത് ജാതി കലർത്താറില്ല. ഇപ്പോൾ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഭാരതത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇറാൻ. അതായത് മുസ്ലിം സമൂഹത്തെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് മുമ്പേ ചെയ്യേണ്ട കാര്യമായിരുന്നു. കാരണം ഈ സൗദി അറേബ്യ, UAE അങ്ങനെ ഒരുപാട് ഖത്തറൊഴിച്ച് മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇറാനെ എതിർക്കുകയാണ്. ബാക്കിയെല്ലാ രാജ്യങ്ങളും നശിച്ചു പോയാൽ തന്നെ സൗദി അറേബ്യയും ഇറാനും നേരിട്ട് യുദ്ധം ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഭാരതത്തിന്റെ സംസ്കാരം അതല്ല. ഇവിടെ സൗഹാർദ്ദപരമായി ജീവിക്കുന്നത്, അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.